സാധാരണ ഈ ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ ജയിക്കുന്ന ടീമിന് ഒരു അവാർഡ് കൊടുക്കും, ട്രോഫി കൊടുക്കും, അവർക്ക് പൈസ കൊടുക്കും. പക്ഷെ കളിയിലെ കേമൻ ആരെന്ന് തീരുമാനിക്കും. കളിയിലെ കേമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല റൺ എടുത്ത ആൾ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്ത ആൾ, ബൗളിംഗ് നടത്തിയ ആൾ. ചിലപ്പോൾ ബൗളർക്കും കിട്ടാറുണ്ട്, ബാറ്റ്സ്മാനും കിട്ടാറുണ്ട്. ഏറ്റവും ക്യാച്ച്, ചിലരാണെങ്കിൽ ക്യാച്ച് എടുത്തവർക്ക് കിട്ടും, ചിലർ എല്ലാം കൂടി ബാറ്റ് ചെയ്ത് ബൗൾ ചെയ്ത് ക്യാച്ച് എടുത്ത് എല്ലാം കൂടി കിട്ടും. അങ്ങനെ മിക്കവാറുമൊക്കെ ക്യാപ്റ്റന്മാർക്കാണ് കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് കിട്ടുന്നത്. അല്ലാതെ അതിൻ്റെ താഴോട്ടൊന്നും അങ്ങനെ വിക്കറ്റ് കീപ്പർക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, അപൂർവമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നാലും ഒരാളെ തിരഞ്ഞെടുക്കും, അയാൾക്ക് നല്ല പൈസ കിട്ടും. അവരാണ് കളിയിലെ മാൻ ഓഫ് ദി മാച്ച്. LDFിലെ മാൻ ഓഫ് ദി മാച്ച് ആരെന്ന് ചോദിച്ചാൽ ബിനോയ് വിശ്വമാണ്. അതേ PM ശ്രീ വന്നപ്പോൾ സട കുടഞ്ഞെഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ സകല ബലവും പ്രയോഗിച്ച് മുട്ടുകുത്തി ഇച്ച ഇക്ക ഇഞ്ഞ ഇഞ്ഞ ഇട്ട ഇണ്ണ ഇത്ത ഇന്ന ഇപ്പ ഇമ്മ ഇയ്യ ഇല്ല ഉവ്വ സകലത് എഴുതിച്ചു. പിണറായി വിജയൻ സാഷ്ടാംഗം ആലപ്പുഴയിൽ പോയി പ്രണമിച്ചു. ലേബർ കോഡ് വന്നു, AITUC ഉണർന്നു. ശിവൻകുട്ടി വീണ്ടും പ്രണമിക്കുന്നു. വേണ്ട എന്ന് കേന്ദ്രം. ഇവിടെ ലേബർ കോഡ് ഉണ്ടാക്കിയ ശിവൻകുട്ടിയാണ് പറയുന്നത് ഇനി ലേബർ കോഡ് പറ്റൂല എന്ന്. നമുക്കറിയില്ല എന്താണ് ഇവർ ചെയ്യുന്നതെന്ന്. ഒന്നുകിൽ ഇവർക്ക് സെക്രട്ടേറിയറ്റിലിരുന്ന ഉദ്യോഗസ്ഥർ ഇവരും തമ്മിൽ ഒരു അൽക്കുലിത്താണെന്ന് തോന്നുന്നത്, അല്ല ഒരു കെമിസ്ട്രി ഇല്ല. ഇപ്പോൾ വിനയ് വിശ്വം വീണ്ടും മാൻ ഓഫ് ദി മാച്ച്. ശബരിമലയിലും മാൻ ഓഫ് ദി മാച്ച് വിനോയ് വിശ്വമാണ്. രമേശ് ചെന്നിത്തലയൊക്കെ വല്ല കാര്യമുണ്ടോ? രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ നമ്മുടെ BD സതീശൻ, സണ്ണി ജോസഫ്, K സുധാകരൻ, K മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ, കുമ്മനം രാജശേഖരൻ, ഇവരൊന്നും ഒരു അഡ്രസ്സും ഇല്ല. ഇപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിലും ഏഷ്യാഡിലൊക്കെ ഓടിക്കഴിയുമ്പോൾ ഒന്നാം സ്ഥാനം കിട്ടുന്നവരെ കൈ പിടിച്ച് പോക്കും. ഈ മറ്റേ കോച്ചല്ല റെഫറി വന്നിട്ട് കൈ പിടിച്ച് പോക്കും. അപ്പം എല്ലാവരും ഒന്നാം സ്ഥാനം കിട്ടി. അങ്ങനെ ഇപ്പോൾ കൈയും പിടിച്ച് പൊക്കി നിൽക്കുന്ന ആരെന്ന് ചോദിച്ചാൽ വിനോയ് വിശ്വമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പോറ്റിയല്ല, തന്ത്രിയല്ല, മന്ത്രിയല്ല, ഉദ്യോഗസ്ഥനല്ല, സിനിമാ നടന്മാരല്ല, കാരണഭൂതനായാലും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പിടിച്ചകത്തിട്ടേക്കുക. CPIക്കായാലും യാതൊരു സംശയവുമില്ല. SIT മുന്നോട്ട് പോട്ടെ, SITക്ക് ജയ്, SIT കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ, ജഡ്ജിമാർ വിധിക്കട്ടെ, കാരണഭൂതൻ അകത്ത് കിടക്കട്ടെ. ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ, അതുപോലെ തന്നെ കപ്പിത്താൻ, ക്യാപ്റ്റൻ, ആരായാലും കുഴപ്പമില്ല, അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും അകത്ത് കിടക്കട്ടെ. ഉപ്പ് തിന്നവൻ വെള്ളം മാത്രമല്ല മോരും കുടിക്കട്ടെ എന്നാണ് നമ്മുടെ വിനോയ് വിശ്വം പറയുന്നത്. ആവശ്യം പോലെ വെള്ളം കുടിച്ചോളാൻ പറയുന്നു വിനോയ് വിശ്വം. എന്തായാലും ഇപ്പോഴത്തെ 2025 നമ്മൾ മലയാള മനോരമയൊക്കെ ഈ താരത്തെ തിരഞ്ഞെടുക്കുമ്പോൾ സുഭാഷിതം ചാനൽ തിരഞ്ഞെടുക്കുന്ന താരം, ഈ വർഷത്തെ താരം വിനോയ് വിശ്വം.